പൊഴി അടഞ്ഞതോടെ മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാൻ നീക്കം. ജോനകപ്പുറം, തങ്കശ്ശേരി ഹാർബറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിക്കും. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. പൊഴിയടഞ്ഞതോടെയാണ് സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചത്. മുതലപ്പൊഴിയിലെ മണൽ നീക്കം ചെയ്യാൻ കാലതാമസം വേണ്ടിവരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളെ കൊല്ലം, ജോനകപ്പുറം, തങ്കശ്ശേരി ഹാർബറുകളിലേക്ക് മാറ്റാനാണ് സർക്കാർ തലത്തിൽ ചർച്ചകൾക്ക് തുടക്കമായത്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. കേരള മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി കരാറിലെത്തി കൂടുതൽ മണൽ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ കണക്കുകൂട്ടൽ. അതേസമയം മുതലപ്പൊഴിയിലെ പ്രശ്നം ബുധനാഴ്ച മന്ത്രി സജി ചെറിയാനെ നേരിൽ കണ്ട് നിവേദനം നൽകാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളുടെ തീരുമാനം. ഫിഷറീസ് മന്ത്രിക്ക് എല്ലാ സംഘടനകളോട് ചേർന്നിട്ട് ഒരു നിവേദനം കൊടുത്ത് അടിയന്തരമായി തന്നെ ഇവിടെ വീണ്ടും ഈ മണ്ണ് മാറ്റത്തക്ക രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഡ്രഡ്ജിങ് നടത്തി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിവേദനം കൊടുക്കും. അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഈ മണ്ണ് അടിഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ കുടില് കെട്ടി ഞങ്ങൾ നിരാഹാര സമരം ഞങ്ങൾ ആരംഭിക്കും. മുതലപ്പൊഴി ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 3 മാസമായി പുറംകടലിൽ പണിക്ക് പോയിട്ട് അദാനിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് വരാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.